മോൻ റെസ്റ്റ് എടുക്ക്. ഇനി കുറച്ച് നാളത്തേക്ക് പുറത്തേക്കൊന്നും പോണ്ട. എവിടെ പോവാൻ? ഇനി എങ്ങോട്ടും പോണില്ല, ഇവിടെ തന്നെ കാണും. അതാ നല്ലത്. അല്ല, എന്തിനാ ഇത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് എഴുതി വാങ്ങിയത്? കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് പോന്നാൽ പോരായിരുന്നു? അവിടെ നിന്നാ ഇത്ര കെയർ കിട്ടില്ലാന്ന്. അതുകൊണ്ടാ അർജുൻ വേഗം ഡിസ്ചാർജ് മേടിച്ചത്. ആ, അത് ശരിയാ. നമ്മൾ നോക്കുന്ന പോലെ അവർക്ക് നോക്കാൻ പറ്റില്ലല്ലോ. മോൻ റെസ്റ്റ് എടുക്കുക. മോന് വേണ്ടതെല്ലാം ഏട്ടൻ കൊണ്ട് തന്നോളാം. ഓക്കെ? ആ, ശരി ഏട്ടാ. എന്താ പോകുന്നില്ലേ? എന്തു നോക്കി നിൽക്കുക? ഞങ്ങളിങ്ങോട്ട് പോവാൻ? ഞങ്ങൾ കാരണം നീ ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നത്. ആ, നിങ്ങൾ കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ കിടക്കേണ്ടി വന്നത്. ഓ, അതല്ല, ഞങ്ങൾ കാരണം നീ ഇപ്പം ജീവനോട് ഇവിടെ ഇരിക്കുന്നത്, അതാ ഉദ്ദേശിച്ചത്. ഇപ്പം നമ്മളെ ഒന്നും വേണ്ടല്ലോ, വേറെ പലരും മതി. അതെ, തൽക്കാലത്തേക്ക് എനിക്കിപ്പോൾ വേറെ ആരും വേണ്ട. അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. പിന്നെന്തിനാ വായി നോക്കി ഇവിടെ നിൽക്കുന്നേ? പാലം കടക്കുന്നത് വരെ നാരായണ, പാലം കടന്നപ്പോൾ ഈ കൂരായന. നടക്കട്ടെ, ഞങ്ങൾ പോവാ. എന്തിനാ അവരുടെ അടുത്ത് പുറത്തു പോകാൻ പറഞ്ഞത്? അവർക്ക് വിഷമായി കാണും. വിഷമായിട്ടൊന്നും ഉണ്ടാവില്ല. കാരണം അവർക്കറിയാം ഞാൻ ഈ ഒരു നിമിഷത്തിന് വേണ്ടി എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന്. സോ നീ അതോർത്ത് വിഷമിക്കേണ്ട. എന്താ ഇങ്ങനെ നോക്കുന്നേ? എനിക്ക് ഇപ്പോഴും വിശ്വാസമാകുന്നില്ല നമ്മൾ ശരിക്കും കപ്പിൾസായല്ലേ. എത്ര നാളായെന്നറിയൂ ഞാൻ ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നു, നിന്റെ വായിൽ നിന്ന് ഇതൊന്ന് കേൾക്കാൻ. അതുമാത്രമല്ല, നമ്മൾ ഒന്നിച്ചുള്ള ഓരോ ദിവസത്തിനു വേണ്ടിയും ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നു. എനിക്ക് ഓരോ നിമിഷം സ്പെഷ്യലാക്കണം. അതൊക്കെ ആക്കാം. ഇപ്പോൾ ആക്സിഡൻറ്റ് പറ്റി വയ്യാതെ കിടക്കാം. ഇതൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് നമുക്ക് ഓരോ ദിവസം സ്പെഷ്യലാക്കാം. അത് പോരാ, ഇപ്പം തന്നെ വേണം. എന്ത് വേണമെന്ന്? അത് നീ ആ ഡോറ് ലോക്ക്. എന്തിന്? ദേ കുരുത്തക്കേടാണ് മനസ്സിലെങ്കിൽ വേണ്ട കേട്ടോ. ഞാൻ ഈ റൂമിൽ കിടക്കുന്നതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് വെച്ചിരുന്നു, ഓർമ്മയുണ്ടോ? ഓർമ്മയൊക്കെ ഉണ്ട്, പക്ഷേ അത് മുന്നായിരുന്നില്ലേ, നമ്മൾ കപ്പിൾസ് ആവുന്നതിന് മുൻപ്. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. അർജു, വേണ്ട. വേണം, പ്ലീസ് ബേബി. ഒരൊറ്റ കിസ്, അതിൽ നിർത്താം. പറ്റില്ല. ആരു, പ്ലീസ് ഡാ. ഞാൻ ആക്സിഡൻറ്റ് പറ്റി കിടക്കല്ലേ. അത് മാത്രല്ല, ഞാൻ നിൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്ന ഫസ്റ്റ് കാര്യമില്ലേ, കമ്മിറ്റഡ് ആയതിന് ശേഷം പ്ലീസ് ഒരു ഉമ്മ. ഓക്കെ ശരി, പക്ഷെ ഒരൊറ്റ ഉമ്മ. അതോടുകൂടി ഞാൻ നിർത്തുട്ടോ. നിൽക്ക്, ഞാൻ ഡോറൊന്നും ലോക്ക് ചെയ്യട്ടെ. എന്താടാ അർജു, ഇതെൻ്റെ ഫസ്റ്റ് ടൈമാ. എൻ്റെ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ എനിക്ക് ഡെയിലി ഇതാ പണിയെന്ന്. അതല്ല പിന്നെ എടാ, നീ കിസ് എനിക്ക് എണീക്കാൻ പറ്റില്ലല്ലോ. സോ അടുത്തോട്ട് വാ. ഒരെണ്ണം കൂടെ പ്ലീസ് ആരു. അയ്യടാ, ഒരെണ്ണം എന്താ പറഞ്ഞത്, മതി. ഇനി പിന്നെ വീണ്ടും അവൻ രക്ഷപ്പെട്ടല്ലോ. നീ വിഷമിക്കാതിരിക്കെ,
നമുക്ക് ഇനിയും അവസരം കിട്ടും. വീട്ടിലെ ഞാൻ അവൻ്റെ മരണം കാണാതെ ഇനി എനിക്കൊരു റെസ്റ്റ് ഇല്ല. ഹലോ, എങ്ങോട്ടാ ഈ ചാടിത്തുള്ളി പോകുന്നത്? അർജുനെ കാണാൻ. എങ്കിൽ തൽക്കാലം ഇപ്പം അങ്ങോട്ട് പോണ്ട. അതെന്താ പോയാല്? അവിടെ കമിതാക്കള് ഒന്നിച്ചല്ലേ, അതുകൊണ്ട് രണ്ടുപേരും ബെഡ്റൂമിലാണ്. സോ ഞങ്ങളെ രണ്ടുപേരെയും അടിച്ചു പുറത്താക്കിയതാ. അതിനുള്ളിലിപ്പോ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ലേ. കാരണം മാഫിയ കിങ് അർജുൻ്റെ കയ്യിൽ മാടപ്രായമായ ആരവിനെ കിട്ടിയിരിക്കുന്നത്. എന്തും നടക്കാം. ഓഹോ, അങ്ങനെയൊക്കെ ആയല്ലേ കാര്യങ്ങള്. ശരി ശരി, ഞാനിപ്പോ അങ്ങോട്ട് പോയിട്ട് സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നില്ല. ബെന്നിച്ചായ, നമുക്ക് കുറച്ചു നേരം സംസാരിച്ചാലോ? നമ്മൾ സംസാരിക്കുകയാണല്ലോ. ബെന്നിച്ചായൻ്റെ അടുത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നീ ചോദിക്ക്. എന്താ? അല്ലെങ്കിൽ വേണ്ട, പിന്നീട് ചോദിക്കാം. അത് പിന്നെ മാഫിയ എന്ന് പറഞ്ഞിട്ട് ബെന്നിച്ചായന് മാഫിയയുടെ ലുക്കൊന്നുമില്ലല്ലോ. അതെന്താ? കണ്ട ഒരു പാവത്തിനെ പോലെ തോന്നുള്ളൂ. ഓഹോ, ഇതാണോ നീ ചോദിക്കാൻ വന്നത്? ഇതല്ല, വേറൊരു കാര്യം ചോദിക്കാനാ വന്നത്. പക്ഷേ എന്തോ ഇപ്പൊ ചോദിക്കാൻ തോന്നുന്നില്ല. അതിന് സമയമായിട്ടില്ല. എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കാൻ നിനക്ക് സമയവും കാലവും നോക്കണോ? പിന്നല്ലാതെ, ഓരോത്തിനും അതിൻ്റെതായ സമയമുണ്ട്. കേട്ടിട്ടില്ലേ? നമ്മൾ ഈ മോശ സമയത്തൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല. ടോബിച്ചായ, ഒരു ഡൗട്ട്. ടോബിച്ചായനാരാ ഈ പൂച്ചയുടെയും പട്ടിയുടെയും പേരൊക്കെ ഇട്ടത്? എൻ്റെ പൊന്നഞ്ചു, നീ എന്നെ വെറുതെ വിട്ടേക്ക്. നിനക്ക് പറ്റിയത് അവനാ. ബെന്നിയാവുമ്പോൾ വളരെ ശാന്ത സ്വഭാവ. അതുമാത്രല്ല, ക്ഷമ വേണ്ടുവോളുണ്ട്. എനിക്കത് തീരെയില്ല. സോ നിനക്ക് പറ്റിയ കൂട്ട് അവൻ്റെ അടുത്ത് പോയിട്ട് നീ തള്ളിമറക്കി. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. സാർ, എന്തു പറ്റി? എന്താ മുഖത്തൊരു പാടൊക്കെ? എവിടെയായിരുന്നു സാർ ഈ ഒരു മാസം? അത് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയതാ. ചെറിയൊരു ആക്സിഡന്റ് പറ്റിയതിനാണോ സാർ ഒരു മാസം ലീവ് എടുത്തത്? ഇവൾക്കിത് അറിഞ്ഞിട്ട് എന്തിനാ എപ്പോഴും അവനോട് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നേ? അവളുടെ സാറല്ലേ, അപ്പോ അവൾക്ക് വിശേഷം അറിയണ്ടേ, അതുകൊണ്ട് ചോദിച്ചതാവും. അവള് വേറെ വല്ലവരുടെ വിശേഷം അന്വേഷിച്ചോട്ടെ. എൻ്റെ അർജുൻ്റെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ വരണ്ട. മതി വിശേഷങ്ങളൊക്കെ ചോദിച്ചത്. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ് ടുഡേ. ഹലോ, എന്താ ഒരു മൈൻഡ് ഇല്ലാത്ത? ഞാനെന്തിനു മൈൻഡ് ചെയ്യണം? നീയല്ലാതെ പിന്നെ ആരാ എന്നെ മൈൻഡ് ചെയ്യാ? മൈൻഡ് ചെയ്യാനൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ. പിന്നെ എൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. നിനക്കിത് എന്താ പറ്റേ? മതി പുസ്തകം വായിച്ചത്. ഇനി ഇങ്ങോട്ട് നോക്ക്, ഞാനൊന്നും പറയട്ടെ? എന്തു പറയാൻ? എനിക്കൊന്നും കേക്കണ്ട. കാര്യം പറയടാ. എന്താ നിനക്ക് പറ്റിയേ? ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ക്ലാസ് കഴിഞ്ഞപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കണതാ, മുഖം ഇങ്ങനെ വീർപ്പിച്ച് കെട്ടിയിട്ട്. എന്നൊന്നും മൈൻഡ് പോലും നീ ചെയ്തില്ല. പിന്നെ ഒന്നും പറയാതെ ഈ ലൈബ്രറി വന്നിരിക്കുക. കാര്യം പറ, എന്തു പറ്റി? എനിക്കെന്തു പറ്റിയാലും നിനക്കെന്താ? നിന്നെ മൈൻഡ് ചെയ്യാനും നിന്റെ വിശേഷങ്ങൾ ചോദിക്കാനും ഒരുപാട് പേരുണ്ടല്ലോ ഇപ്പോ. ഓഹോ, അപ്പോ അതാണ് കാര്യം. ക്ലാസ്സിൽ വെച്ച് ആ കുട്ടി എൻ്റെ അടുത്ത് വിശേഷം ചോദിച്ചത് നിനക്കിഷ്ടപ്പെട്ടില്ല, അതല്ലേ എൻ്റെ ജലസിക്കുട്ടാ? ഓ, ഈ പറയുന്ന ആൾക്ക് ജലസില്ലായിരിക്കും. എനിക്ക് ജലസില്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സാറ് ക്ലാസ്സിൽ പോയിട്ട് ക്ലാസ് എടുക്കാൻ നോക്ക്, എനിക്ക് വായിക്കാനുണ്ട്. ഹെടാ, പെണങ്ങല്ലേ, നമുക്ക് സോൾവ് ചെയ്യാം.
പറ, ഈ പിണക്കം മാറ്റാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? തൽക്കാലം ഒന്നും ചെയ്യണ്ട. അങ്ങനെ പറഞ്ഞാ പറ്റില്ലല്ലോ. അർജു, എന്താ ചെയ്യുന്നേ? ദേ, ഇത് കോളേജാ, ഇത് ലൈബ്രറിയാ, ആരേലും കാണും. കണ്ടോട്ടെ, അതിന് എനിക്കിപ്പോ എന്താ? ഞാൻ എൻ്റെ ലവറിന്റെ കൂടെ ചെയ്യുന്നു. അപ്പോ ആര് കണ്ടാലും എനിക്ക് പ്രശ്നമില്ല. നിനക്ക് പ്രശ്നമില്ലായിരിക്കും, പക്ഷെ എനിക്ക് പ്രശ്നമുണ്ട്. വീട്ട് കാര്യായിട്ട് പറയുന്ന അർജു, കൈയെടുക്ക്, ആരെങ്കിലും കാണും. നീ അനങ്ങാതെ നിക്ക്, ആരും കാണില്ല. നീ ഇതുപോലെ ബഹളം വെച്ചാലാ ആൾക്കാര് ശ്രദ്ധിക്ക. വാ, എന്നെ കൂടെ വാ. എങ്ങോട്ട്? ഞാനെങ്ങോട്ടും വരില്ല. വീട്ട് ആരെങ്കിലും കാണും അർജുൻ, ഇത് വീടല്ല. അപ്പോ വീടാണെങ്കി എനിക്ക് എന്തും ചെയ്യാം എന്നാണോ? അയ്യോ, അതല്ല, വീട് അർജു, ആരെങ്കിലും കാണും. മിണ്ടാതിരിക്കെ, ആരും കാണില്ല. എന്തായാലും നീ പിണങ്ങിയതല്ലേ, അപ്പോ ഈ പിണക്കം മാറ്റേണ്ടത് എൻ്റെ ഉത്തരവാദിത്തല്ലേ. സോ ഷട്ട് യുവർ മൗത്ത്, ഓക്കെ? മിണ്ടാതെ നിൽക്ക്. Drums like this on the track. പറ, ഇപ്പൊ പിണക്കം മാറിയോ? എന്തു പറ്റി? എന്റെ ബോയ് ഫ്രണ്ടിന് നാണം വരുന്നുണ്ടോ? അർജുൻ! ആരോ? അയ്യോ, ആ ജാൻവിയാണെന്നാ തോന്നുന്നേ. നീ എങ്ങോട്ടെങ്കിലും പോ. ഞാൻ എന്തിനു പോണം? ഞാൻ നിന്റെ ബോയ് ഫ്രണ്ടാ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. അർജു, തല്ലു പിടിക്കേണ്ട നേരല്ല ഇത്. നമ്മൾ ബോയ് ഫ്രണ്ട്സ് ആണെന്ന് നമുക്കല്ല അറിയൂ, അവൾക്കറിയൂ. അവൾക്കെന്നല്ല, ഈ കോളേജിൽ ആർക്കും അറിയില്ല. തൽക്കാലം ആരും അറിയും വേണ്ട. നീ എവിടെയെങ്കിലും പോടാ പ്ലീസ്. ആ, ഓക്കെ. പിന്നെ ഒരു കാര്യം, അവള് നിന്റെ ദേഹത്തെങ്ങാനും തൊട്ടാ എൻ്റെ തനി സ്വഭാവങ്ങൾ കാണും. അവളെന്തിനാ എന്നെ ടച്ച് ചെയ്യുന്നേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ട. നീ ഒന്ന് പോ. ആ, ശരി ശരി, ഓക്കെ, ബൈ. ഐ ലവ് യു, ഐ ലവ് യു ടു. ആ, നീ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയോ? നീ എന്തിനാ എന്നെ നോക്കി നടക്കുന്നേ? നിനക്ക് വേറെ പണിയില്ലേ? ആരോ? നീ എന്തിനാ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നേ? അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ഒരു തെറ്റ് ഞാൻ ചെയ്തു, പക്ഷെ അതെങ്ങനെ തെറ്റാവും? എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം ഞാനത് നിന്റെ അടുത്ത് പറഞ്ഞു. അതിന് നീ എന്നോട് ദേഷ്യപ്പെടുന്നത് എന്തിനാ? അത് തെറ്റല്ല, പക്ഷേ എനിക്ക് താല്പര്യം ഇല്ലെന്നറിഞ്ഞിട്ടും നീ വീണ്ടും വീണ്ടും എൻ്റെ പിന്നാലെ വരുന്നില്ലേ, അത് തെറ്റ് തന്നെയാ. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിന്നോട് അത്തരത്തിലൊരു ഫീലിങ്സ് ഇല്ലെന്ന്, പിന്നെ വീണ്ടും എന്തിനാ? അത് ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ മുട്ടുവിൽ തുറക്കപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ മുട്ടിക്കൊണ്ടിരിക്കാം. ഇന്നല്ലെങ്കിൽ നാളെ നീ ചിലപ്പോ തുറന്നാലോ? അത് തുറക്കുന്നു വിചാരിച്ചിട്ടാണ് മോള് കാത്തിരിക്കുന്നെങ്കിൽ അത് ഈ ജന്മത്ത് നടക്കാൻ പോകുന്നില്ല. സോ എന്നെ വെറുതെ വിട്ടേക്ക്. ഇല്ലാരോ, ഞാൻ നിന്നെ വെറുതെ വിടില്ല. നീ എനിക്ക് സ്വന്താവുന്നവരെ
ഞാൻ നിന്റെ പിന്നാലെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടി പറയാൻ വന്നതാ. എൻ്റെ ഫ്രണ്ടില്ലേ, അവൾക്ക് നിങ്ങളുടെ സാറിൻ്റെ പേരെന്താ? അർജുൻ. ആളെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൾക്ക് ആളെ പ്രപ്പോസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. നീ ആളുടെ അടുത്തൊന്ന് പറഞ്ഞോളോ. എന്താണ്? പറ്റില്ല, അതൊന്നും ശരിയാവില്ല, ഞാൻ പറയില്ല. അതെന്നാ ശരിയാവാത്തെ? അത് നീയാണോ തീരുമാനിക്കുന്നത്? സാറല്ലേ തീരുമാനിക്കേണ്ടത്. അവളുടെ ഇഷ്ടം അവൾ എന്തായാലും ഇന്ന് സാറിന്റെ അടുത്ത് പറയും. എല്ലാവരും മുന്നേ വെച്ചിട്ടായിരിക്കും മിക്കതും പറയാം. ആൾക്ക് ഇഷ്ടാണെങ്കിൽ അവരൊന്നിച്ചോട്ടെ, നിനക്കതിനെന്താ എത്ര പ്രശ്നം? നിങ്ങൾ ഒന്നും അറിയാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, പറയുന്നത് മനസ്സിലാക്കൂല, മറ്റുള്ള ഫീലിങ്സിൽ വിലയും കൊടുക്കില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ എന്തായാലും സാറിൻ്റെ അടുത്ത് അത് പറയാൻ പോകുന്നില്ല. എടി, ഒരു പ്രശ്നമുണ്ട്. എന്താടാ പ്രശ്നം? ആ ജാൻവിയുടെ ഫ്രണ്ട് ഇല്ലേ, അവൾക്ക് അർജുൻ ഇഷ്ടമാണെന്ന്. അവൾ ഇന്ന് വൈകിട്ട് നമ്മുടെ കോളേജ് ക്യാമ്പസിൽ വെച്ച് അവനെ പ്രപ്പോസ് ചെയ്യാൻ പോവാന്ന്. അത് ഞാൻ അർജുൻ്റെ അടുത്ത് പോയി പറയണമെന്ന്. ഇവളുമാരത് എന്തുദ്ദേശിച്ചിട്ടാ? നന്നായിരിക്കും. അർജുനെ അവള് പ്രപ്പോസ് ചെയ്യുമ്പോ എന്താ നടക്കാൻ പോണേന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. നീ അത് കേട്ട് സന്തോഷിക്കാണോ? എൻ്റെ ബോയ് ഫ്രണ്ടിന് വേറൊരുത്തി പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത്. അതിന് നീ എന്തിനാടി ഇത്ര സന്തോഷിക്കുന്നേ? എടാ, നമുക്ക് എന്തായാലും അറിയാം അർജുൻ പ്രപ്പോസ് ചെയ്താലും റിജക്റ്റ് ചെയ്യുമെന്ന്. പിന്നെ നീ എന്തിനു ടെൻഷൻ അടിക്കണം? അവളുമാരെ ചമ്മയ മുഖം വീണ്ടും വീണ്ടും കാണാനുള്ള അവസരം ദയവായിട്ട് നമുക്ക് കൊണ്ടുതരുമ്പോ നീ എന്തിനാടാ വേണ്ടെന്ന് പറയുന്നേ? അതൊരു രസല്ലേ. എന്തായാലും നമുക്ക് കളി അങ്ങ് അവിടെ ഇരുന്ന് കാണാം. നീ പറയാനൊന്നും പോണ്ട. അർജുൻ എന്തായാലും അവർ പ്രപ്പോസ് ചെയ്യട്ടെ. നമുക്ക് ബാക്കി അർജുന്റെ വായിൽ നിന്ന് കേൾക്കുന്നത് കേൾക്കാമല്ലോ. ഹായ് സാർ. സാറിനെ കണ്ടപ്പോ തൊട്ട് ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കായിരുന്നു. പക്ഷേ എപ്പോഴും സാറിൻ്റെ അടുത്ത് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി സാറങ്ങ് പോകും. പക്ഷെ ഇതുവരെ പറയാൻ അവസരം കിട്ടിയില്ല. ഇനി പിന്നേക്ക് വെക്കണ്ടെന്ന് വിചാരിച്ചു. സോ ഞാൻ പറയട്ടെ സാർ? എന്തു പറയാൻ? സാർ ഇവിടെ പഠിപ്പിക്കാൻ വന്ന സാറാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എന്തോ എൻ്റെ ഫീലിങ്സ് അതിനനുവദിച്ചില്ല. യു ലുക്ക് സോ ഹാൻസം ആൻഡ് ഹോട്ട്. സോ അതുകൊണ്ട് സാർ, എനിക്ക് സാറിൻ്റെ ഇഷ്ടം. കല്യാണം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. സാറിൻ്റെ എന്താ അഭിപ്രായം? നീ ഇവിടെ പഠിക്കാനാണോ വരുന്നേ അതോ പ്രേമിക്കാനോ? ഒരു കാര്യം പറയാം, ഫീലിങ്സ് ഒക്കെ തുറന്നു പറയുന്നത് തെറ്റായ കാര്യമൊന്നുമല്ല. അത് പലർക്കും ആരോട് വേണമെങ്കിലും തോന്നാം. പക്ഷേ ആളും തരം നോക്കി വേണം അത് പറയാൻ. മനസ്സിലായോ? പിന്നെ താൻ ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തരാം. ഐ എം കമ്മിറ്റഡ്. ഞാൻ ഓൾറെഡി കമ്മിറ്റഡ് ആണ്. എനിക്ക് ആരെയും പ്രേമിക്കാൻ താല്പര്യമില്ല. അണ്ടർസ്റ്റാൻഡ്? സാർ, കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. കല്യാണം കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, ഇപ്പോഴും സ്നേഹിക്കുന്നുള്ളൂ. ഇനി എത്ര ജന്മം ഉണ്ടെങ്കിലും ആളെ തന്നെയായിരിക്കും സ്നേഹിക്കാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇനി മേലായി ഇതും പറഞ്ഞ് എൻ്റെ പിന്നാലെ വന്നേക്കരുത്. അപ്പോൾ എൻ്റെ റിയാക്ഷൻ ഇതായിരിക്കില്ല. മോള് ചെന്ന് പഠിക്കാൻ നോക്ക്.